ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ ഒരു 6:30 ആയപ്പോഴേക്കും ഞാൻ എഴുന്നേറ്റു. നമുക്ക് ദൈവം സ്നേഹത്തെ ഓർത്ത് നന്ദിയൊക്കെ പറഞ്ഞ് നേരെ അടുക്കളയിലോട്ട് കയറുകയാണ്. രാവിലെ നമ്മൾ പിള്ളേർക്ക് നെയ് റോസ്റ്റാണ്. സാമ്പാറും അമ്മ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ പിള്ളേർക്ക് എല്ലാവർക്കും കൊടുത്തു. പിന്നെ ചോറ് കെട്ടുകയാണ് ഉച്ചക്കത്തേക്ക്. ബീട്രൂട്ട് തോരനും പിന്നെ മീൻകറി ഉണ്ടായിരുന്നു, അതും. പിന്നെ ഒരാൾക്ക് സാമ്പാറും ഒരാൾക്ക് തൈരും, വേറെ ഒരാൾക്ക് ഒന്നും വേണ്ട, ഒന്നും ഇഷ്ടമില്ല. അപ്പോൾ ഇത്രയായിരുന്നു 3 പേർക്കും കൂടെ പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടത്. അപ്പോൾ 2 പേര് ആദ്യമേ പോകാനായിട്ട് റെഡിയാകും. അവരെ 2 പേരും ബസ് വരും, ബസ്സല്ല പോകുന്നത്. എന്നും രാവിലെ പ്രാർത്ഥിച്ച് എല്ലാവർക്കും ഉമ്മ തന്നിട്ടാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ എല്ലാവരോടും ടാറ്റ പറഞ്ഞിട്ട് 2 പേരെ പറഞ്ഞു വിട്ടു. ഭയങ്കര സങ്കടത്തോടു കൂടിയാട്ടോ പോകുന്നത്. ജീവിതം പരീക്ഷയെന്ന നേരറിഞ്ഞു പുഞ്ചിരിച്ചെത്തണം, കണ്ണീരില്ലാത്ത നാളിലെ. 3ാമത്തെ ആള് 4ാമത്തെ ആളും എഴുന്നേറ്റു. എത്താൻകുട്ടനും എസക്കുട്ടിയും. എസക്കുട്ടിക്ക് ഞാൻ മാറിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല, അവൾക്ക് തന്നെ കഴിച്ചേ പറ്റൂ. പിന്നെ അങ്ങനെ ഇരുന്ന് കഴിപ്പാണ്. പക്ഷേ ഏറ്റവും അവസാനം ഞാനത് വാരിക്കൊടുക്കേണ്ടി വന്നു കേട്ടോ. മൊത്തം അളിച്ച് പൊളിച്ചിട്ടു. അപ്പോൾ അതിൻ്റെ പേരിൽ ചെറിയൊരു അടിയും ഇവിടെ നടന്നു കേട്ടോ. അതിന് അവനും പോയി കഴിഞ്ഞപ്പോഴേക്കും ഷൂ കുറച്ച് ഇന്നലെ ഞാൻ കഴുകിയിട്ടായിരുന്നു, അപ്പോൾ അത് ഉണങ്ങി കിട്ടിയില്ലായിരുന്നു. അതിന് നമ്മൾ വെയിലത്ത് വെച്ചു. പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ വിരിച്ചിടാനായിട്ടുണ്ടായിരുന്നു, വാഷിംഗ് മെഷീനകത്തുണ്ടായിരുന്നു. അതെല്ലാം വിരിച്ചിട്ട് എസക്കുട്ടിയായിട്ടോ ആ വീഡിയോ എടുത്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട് അവൾ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാനോട് ചുമ്മാ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി കാപ്പിയൊക്കെ കുടിച്ചൊന്ന് ഫ്രഷായി. പിന്നെ കുറച്ച് തുണിയൊക്കെ മടക്കാനായിട്ടുണ്ടായിരുന്നു, അതുമൊക്കെ മടക്കി വെച്ച്. എസക്കുട്ടിക്ക് കഴിഞ്ഞ ദിവസം ഒരു ചെറിയ ഫിറ്റ്സ് വന്നു. ചെറുതല്ല, ഒന്നും നല്ല രീതിയിലുണ്ടായിരുന്നു. ഞാൻ പേടിച്ചു പോയി. ഏതായാലും വീട്ടിലെല്ലാവരും ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പറ്റി. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം അഡ്മിറ്റായിരുന്നു കേട്ടോ. ഡിസ്ചാർജായി വീട്ടിൽ വന്നു. അപ്പോൾ ഇന്ന് ഡോക്ടറിനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എസക്കുട്ടി വീട്ടിൽ ഭയങ്കര വാശിയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സമാധാനപ്രിയ കേട്ടോ. അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. നമ്മളുമായിട്ട് അടങ്ങി ഒതുങ്ങിയിരുന്നോളും. ആരെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാലും ഞങ്ങളുടെ വായിൽ നാക്കുണ്ടോയെന്ന് നമ്മൾ നോക്കണം. അതുപോലെയാണ്, പാവം കൊച്ചാട്ടോ. അങ്ങനെ ഡോക്ടറിനെ വേഗം തന്നെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞായിരുന്നു. ഡോക്ടർ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. പിന്നെ ഇൻഷുറൻസിൻ്റെ പേർപ്പസൊക്കെ ശരിയാനായിട്ട് കുറച്ച് ടൈം എടുത്തു. അപ്പം പിന്നെ ക്യാൻറ്റീനിലൊക്കെ പോയി ഒന്ന് കഴിച്ചിട്ടൊക്കെ വന്ന് ഞങ്ങൾ നേരെ 1:30 ആയപ്പോഴേക്കും വീട്ടിലെത്തി. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നല്ല വിശപ്പായിരുന്നു. ഞാനിങ്ങനെ എല്ലാ ഫുഡെല്ലാം കഴിച്ച് പാത്രമെല്ലാം കഴുകി വെച്ചു. പപ്പായാണ് എസക്കുട്ടിക്ക് ഫുഡ് കൊടുത്തത്. പപ്പ എസക്കുട്ടിക്ക് ചോറും പിന്നെ തൈരും മതി എന്ന് പറഞ്ഞു. അതാണ് അവൾ കഴിച്ചത്. ഇനി പാത്രമെല്ലാം കഴുകി കഴിഞ്ഞ് ഞാൻ ഇച്ചിരി നേരം കിടന്ന് കഴിഞ്ഞപ്പോഴേക്കും വേണ്ട അടുത്ത ആൾക്കാർ ഓരോരുത്തരായിട്ട് എത്താൻ തുടങ്ങിയിട്ടുണ്ട്. എത്താൻകൊണ്ട് ആദ്യമേ വന്നു. മാത്തമാറ്റിക്സ് സ്കൂളിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്നെ പഠിപ്പിച്ചായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇന്ന് പഠിപ്പിച്ചതേ ഉള്ളൂ. ആളെ എന്നെ പറഞ്ഞ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനിന്ന് പഠിച്ചു എന്ന് പറഞ്ഞ്. അപ്പം ഞാനതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേണ്ട അടുത്ത ഓരോരോ ആൾക്കാരുണ്ട്. ഭയങ്കര ക്ഷീണിതരായിട്ടാണ് വരുന്നത്. വൈകിട്ട് വരുമ്പോഴേക്കും ഒന്ന് കിടന്ന് ഉറങ്ങണോ എന്നുള്ള ഒരു ചിന്തയിലാണ് അവർ വരുന്നത്. എലീഷ ഏതായാലും മസ്റ്റ് ഉറങ്ങും കേട്ടോ, വന്ന കൊണ്ടിട്ട് തന്നെ ഉറങ്ങും. പിന്നെ നെയ് റോസ്റ്റ് എന്തെങ്കിലും വെളിയിൽ നിന്ന് മേടിക്കണമെന്ന് വിചാരിച്ചത്, പക്ഷെ നടന്നില്ല. പിന്നെ ഉള്ള മാവിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ച് ഒരാൾക്ക് നെയ് റോസ്റ്റും പഞ്ചസാരയും കൊടുത്തു ഏതാൻകുട്ടന്. പിന്നെ എലീഷയ്ക്ക് എഫിക്കുട്ടനും ചീസും പിന്നെ മുട്ടയൊക്കെ വെച്ചിട്ട് ഒരു പ്രത്യേകതരം ദോശ ഉണ്ടാക്കി കൊടുത്തു. കൂട്ടത്തിൽ എലീഷ അതിൻ്റെ കൂടെ കഴിച്ചത് മീൻകറിയും, എഫിക്കുട്ടൻ അതിൻ്റെ കൂടെ കഴിച്ചത് നമ്മുടെ സാമ്പാറുമാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എലീഷ കുറേ ഇവിടെ പാളയംകുടം പഴമുണ്ട് കേട്ടോ. പാളയംകുടം പഴം വരുമ്പോഴേക്കും എല്ലാം കൂടെ ഒരുമിച്ചാണ് വരുന്നത്. അപ്പം 2-3 കൊല ഒരുമിച്ച് വന്നപ്പോഴേക്കും നമുക്കത് തീർക്കാൻ പറ്റിയില്ല. പിള്ളേർക്ക് പാളയംകുടം പഴത്തോട് വലിയ താല്പര്യമില്ല. മറ്റേ ഞാലിപ്പൂവനാണെങ്കിലും പിന്നെ ചുണ്ടിലക്കണ്ണനാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പിന്നെ ഞാനിത് തീർക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും ഒരു പാക്കറ്റ് പാലും മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ നമ്മുടെ ബൂസ്റ്റും കൂടെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ നമ്മൾ മേടിച്ചു കൊടുത്താൽ മതി, അവർ പിന്നെ അടിച്ച് ജ്യൂസാക്കി കുടിച്ചു നമുക്കും തരും കേട്ടോ. പിന്നെ പിള്ളേരുടെ പാത്രങ്ങൾ അവർ തന്നെയാണ് കഴുകുന്നത് കേട്ടോ. എലീഷ എഫിക്കുട്ടനുമാണ് ലഞ്ച് ബോക്സൊക്കെ കഴുകുന്നത്. പിന്നെ ഓർത്തു അയ്യോ ഞാൻ സൂമ്പയ്ക്ക് പോയില്ല. അങ്ങനെ സൂമ്പയ്ക്ക് പോയി ഞാൻ തിരിച്ചു വന്നു. സൂമ്പയ്ക്ക് കുറച്ച് നാളെ ആയുള്ളൂ കേട്ടോ, 1 മാസമേ ആയുള്ളൂ ജോയിൻ ചെയ്തിട്ട്. പക്ഷെ ഞാൻ അധികം ദിവസങ്ങളിലും പോകാറില്ല, നമുക്ക് പോകാനായിട്ട് സാഹചര്യം കിട്ടാറില്ല. സാഹചര്യം കിട്ടുമ്പോൾ എല്ലാം പോകാറുണ്ട്. ഇത് വൈകിട്ടത്തെ എൻ്റെ ഡിന്നറാണ്. ഞാൻ ആപ്പിളും പിന്നെ നമ്മുടെ പഴവും കൂടെയാണ് കഴിച്ചത്. ഇത്തരമായിട്ട് ചോറും ഒക്കെ ഉണ്ട്. എഫിക്കൊണ്ട് ഓൾറെഡി ഉണ്ടായിരുന്നു ചോറ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുരിശ് വരച്ചു. എല്ലാവരുമായിട്ട് ഇരുന്ന് കുരിശ് വരച്ചിട്ട് ഏതാനും എലീഷയും കൂടെ ചോറുണ്ടാണ്. എഫിക്കൊണ്ട് ആ സമയത്ത് അച്ഛമ്മ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു.
എസക്കുട്ടി എവിടെയാണെന്നറിയാമോ? എസക്കുട്ടി ഉറക്കുക. ഇനി എപ്പോൾ എഴുന്നേക്കുന്ന ഒരു പിടുത്തമില്ല. ഞാൻ അവൾക്ക് വേണ്ടി ഒരു 2-3 പഴം എടുത്ത് റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. കാരണം രാത്രിയിൽ എഴുന്നേക്കാൻ സാധ്യതയുണ്ട്, നേരത്തെ ഉറങ്ങിയേ. അപ്പോൾ അവൾ എഴുന്നേൽക്കുമ്പോഴേക്കും ആ പഴം കൊടുത്തിട്ട് അവളെ എങ്ങനെയും പിടിച്ചിട്ട് ഉറക്കണം. അങ്ങനെ ഞാൻ പാത്രമൊക്കെ കഴുകി ചെന്നിട്ട് എലീഷനെയും കുറച്ച് പഠിപ്പിച്ച് കഴിഞ്ഞ് ലൈറ്റും എല്ലാം ഓഫ് ചെയ്ത് റൂമിലെത്തിയപ്പോഴേക്കും ആരെഴുന്നേറ്റു? നമ്മുടെ എസക്കുട്ടി അവിടെ ഉണർന്നിരിപ്പുണ്ട്. എസക്കുട്ടിക്ക് ഇങ്ങനെ പഴമൊക്കെ കൊടുത്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്കിത് ഗുഡ് മോർണിംഗ് ആണോ അതോ ഗുഡ് നൈറ്റ് ആണോ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഇനിയപ്പം വീണ്ടും കാണാം. കഥ ഇനി തുടരും.